നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 37ലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചലഞ്ച് നമ്പർ 37 ആണ്. ഇതിനു മുന്നേയുള്ള എല്ലാ ചലഞ്ചുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേയുള്ള ചലഞ്ചുകൾ കൂടി അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കുകൾ ഇൻക്രീസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് സിമിലർ ആയിട്ടുള്ള നമ്മുടെ അതേ വീഡിയോ കോപ്പി ചെയ്തിട്ടുള്ള സന്ദർഭം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, ഇതിന് സിമിലർ ആയിട്ടുള്ള വീഡിയോസ് വേറെ പല ചാനലിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ ചെയ്യുന്ന വീഡിയോസ് എഫക്റ്റീവ് ആണ് എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കൂടെ കാണാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ ഇൻഫർമേഷൻ അതിലുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ 1,00,000 സബ്സ്ക്രൈബേഴ്സിന് മേളിലുള്ള ചാനലുകൾ വരെ നമ്മുടെ വീഡിയോ അനുകരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷവുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചലഞ്ചിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരു വിവരം അറിയുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു കത്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസത്തിനകം നമുക്കതിൻ്റെ മറുപടി തരണം? ഓക്കെ, RTI പ്രകാരം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അതിന് മറുപടി എത്ര നാളിനകം തരണം? 25 ദിവസമാണോ, 30 ദിവസമാണോ, 35 ദിവസമാണോ, 40 ദിവസമാണോ? ഓക്കെ, ആൻസർ നോട്ട് ചെയ്ത് വയ്ക്കുക. അവസാനം ഞാൻ പറയുന്ന ആൻസറുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യപ്പെട്ട വർഷം ഏത്? 2018 ആണോ, 2016 ആണോ, 2013 ആണോ, 2012 ആണോ? ഓക്കെ, അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൺ വിഷൻ വൺ ഐഡൻറ്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മോട്ടോ താഴെ പറയുന്നവയിൽ ഏത് ഓർഗനൈസേഷൻ്റെതാണ്? ഫിഫയാണോ, ആസിയാനാണോ, നാറ്റോയാണോ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആണോ? അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അക്വ എന്ന് പറഞ്ഞ കളറ് താഴെ പറയുന്ന ഏതൊക്കെ പ്രൈമറി കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ്? ബ്ലൂ ഗ്രീൻ ആണോ, റെഡ് ബ്ലൂ ആണോ, റെഡ് ഗ്രീൻ ആണോ, റെഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ ആണോ? അടുത്ത നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2016 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ വുമൻസിൻ്റെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ ഗോൾഡ് മെഡൽ കിട്ടിയത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. ഷെല്ലി ആൻഡ് ഫ്രേസർ ആണോ, കാർമെലിറ്റ ജെറ്റർ ആണോ, ക്രിസ്റ്റീൻ ഒഹുർഗോ ആണോ, എലൈൻ തോംസൺ ആണോ? ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ഇനാഗുറേറ്റ് ചെയ്തത് ആര്? ജവഹർലാൽ നെഹ്റു ആണോ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ, സർദാർ വല്ലഭായ് പട്ടേൽ ആണോ, GV മാവ്ലിങ്കർ ആണോ? അടുത്ത നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. A:B എന്ന് പറയുന്നത് 3:4 ആണ്. B:C എന്ന് പറയുന്നത് 7:9 ആണ്. C:D എന്ന് പറയുന്നത് 5:7 ആണ്. D:E എന്ന് പറയുന്നത് 12:4 ആണ്. അങ്ങനെയാണെങ്കിൽ A:E എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് അത്ര ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഒന്ന് എഴുതി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത എട്ടാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യമാണ്, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യവുമാണ്. പീപ്പിൾ വിൽ ഫൊർഗോട്ട് ഇറ്റ്, ഇതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റണം. ഇറ്റ് വിൽ ബി ഫൊർഗോട്ട്, ഇറ്റ് വിൽ ഫൊർഗെറ്റ്, ഇറ്റ് ഷാൽ ബി ഫൊർഗോട്ടൺ, ഇറ്റ് വിൽ ബി ഫൊർഗോട്ടൺ. ഇതിനകത്ത് ഏതാണ് റൈറ്റ് എന്നത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എ കളക്ഷൻ ഓഫ് പാരലൈൻസ് ദാറ്റ് കണക്ട് സെവറൽ ഡിവൈസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കാൾഡ്. കമ്പ്യൂട്ടറിൽ ഒരുപാട് ഡിവൈസ് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന എ കളക്ഷൻ ഓഫ് പാരലൈൻസ്, ഒരുപാട് പാരലൈൻസ് ഉണ്ട്, അതിന് പറയുന്ന പേര് എന്താണ്? ബസ് എന്നാണോ, ലിങ്ക് എന്നാണോ, ബൈ ഡയറക്ഷണൽ വയേഴ്സ് എന്നാണോ, കേബിൾസ് എന്നാണോ? ഓക്കെ, അടുത്ത നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അനുപ്രയോഗം ഏത്? താഴെ പറയുന്ന ഒരു സെനൻസ് തന്നിട്ടുണ്ട്, ആ സെനൻസിൽ അനുപ്രയോഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പത്താമത്തെ ചോദ്യം. അവൻ വളരെ വേഗം ശത്രുക്കളെ തോൽപ്പിച്ച് കളഞ്ഞു, ഇതാണ് സെനൻസ്. ഇതിൽ അനുപ്രയോഗമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവനാണോ, ശത്രുവാണോ, കളഞ്ഞുവാണോ, വേഗമാണോ? ഇതിനകത്ത് ഏതാണ് അനുപ്രയോഗം?
അങ്ങനെ നമ്മുടെ 10 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആൻസറുകൾ ഡിസ്കസ് ചെയ്യേണ്ട സമയമാണ്. ഞാൻ പറയുന്ന ആൻസറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസറുമായി കമ്പയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയത് അവ കമൻറ്റ് ചെയ്യുക. അത് കൂടുതലായാലും കുറവായാലും ഒന്നും പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു അപേക്ഷ RTI പ്രകാരം കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസത്തിനകം മറുപടി തരണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 35 ദിവസമാണ്. സാധാരണ നമ്മൾ ഒരു RTI അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം മറുപടിയാണ് തരേണ്ടത്. 30 days ആണ് തരേണ്ടത്. പക്ഷേ അത് ആർക്കാണ് കൊടുക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ 30 ദിവസത്തിനകം മറുപടി തരണം. ഈ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. അദ്ദേഹത്തിന് ഒരു RTI പ്രകാരം മറുപടി തരാനുള്ള അധികാരം യൂഷ്വലി ഇല്ല. ഓക്കെ, നമ്മൾ സാധാരണ കൊടുക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ 30 daysനകം മറുപടി കിട്ടും. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 5 ദിവസവും കൂടെ നീളും. അങ്ങനെ 35 days ആവും. ഇനി നമ്മൾ RTI പ്രകാരം ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ആ അപേക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവനോ സ്വത്തിനോ ഭീഷണിയുള്ള എന്തെങ്കിലും ആണെങ്കിൽ 48 മണിക്കൂറിനകം നമുക്ക് മറുപടി തരണമെന്നാണ്. വിത്തിൻ 48 hours നമുക്ക് മറുപടി തരണമെന്നാണ്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ആ കാര്യവും നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ഒരു 5 ദിവസം നീളും. അത് 7 ദിവസമായി മാറും. ഓക്കെ, ഇനി എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗം തന്നെയാണ്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19(1) ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 19. അതിനകത്ത് സെക്ഷൻ 1 നമ്മുടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 19 സെക്ഷൻ 1 ആണ്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടെ ഇപ്പോൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളല്ല, കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യനുകൾ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് RTI പ്രകാരം ഈ 10 രൂപ അടച്ചാൽ മതി നമുക്ക് മറുപടി തരണം എന്നാണ്. പക്ഷേ നമുക്ക് തരേണ്ടതിനകത്ത് ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്യേണ്ടി വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ 10 രൂപ പോരാതെ വരും. ഇപ്പോൾ ഒരു A4 സൈസ് അല്ലെങ്കിൽ A3 സൈസ് പേപ്പർ ആണെങ്കിൽ ഒരു പേപ്പറിന് 2 രൂപ വെച്ച് നമ്മൾ പിന്നെയും പേ ചെയ്യണം. അപ്പം A4 ആൻഡ് A3 സൈസ് പേപ്പർ ആണെങ്കിൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? 2 രൂപ. ഇനി നമുക്ക് തരേണ്ട ഇൻഫർമേഷൻ ഒരു CD റൈറ്റ് ചെയ്ത് തരേണ്ടതോ അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പി ഡിസ്കിൽ റൈറ്റ് ചെയ്ത് തരേണ്ടതോ ആണെങ്കിൽ പെർ CD അല്ലെങ്കിൽ പെർ ഫ്ലോപ്പി ഡിസ്കിന് നമ്മൾ 50 രൂപ പേ ചെയ്യണം. എത്രയാണ്? 50 rupees പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഒരു ഓഫീസിൽ പോയിട്ട് അവിടുത്തെ രേഖകൾ വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ പരിശോധിക്കാനുള്ള അധികാരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ ഫീ ഒന്നും കൊടുക്കേണ്ട. പിന്നെ സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന ഓരോ മണിക്കൂറിനും നമ്മൾ 5 രൂപ വെച്ച് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് ഈ ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിലേക്ക് ആഡ് ചെയ്യപ്പെട്ട വർഷമാണ് ക്വസ്റ്റ്യൻ. അത് 2016 എന്നാണ്. 2016 അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്. ഏറ്റവും അവസാനം ആഡ് ചെയ്യപ്പെട്ട ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് ആണ്. 2018 കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാവുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 2013 ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ബയോസ്ഫിയർ റിസർവ്. ഏതാണ്? ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ബയോസ്ഫിയർ റിസർവ് ആഡ് ചെയ്യപ്പെട്ടത് 2013. ഓക്കെ, അപ്പോൾ അത്രയും ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. 2016 ഏതാണ്? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. 2013 ഏതാണ്? ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. 2018 ഏതാണ്? കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിൽ മൊത്തത്തിൽ 11 ബയോസ്ഫിയർ റിസർവുകൾ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ആഡ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. അത് 2000 ഓക്കെ, 2000 ഫസ്റ്റ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിലേക്ക് സ്ഥാനം ആഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, 11ാമത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആഡ് ചെയ്യപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ 2018 കാഞ്ചൻജംഗയാണ്. ഓക്കെ, ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ
മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കാഞ്ചൻജംഗയാണ്. ഏതാണ്? കാഞ്ചൻജംഗയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഈ മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. ഈ രണ്ട് കാറ്റഗറിയിൽ ആണ് സാധാരണ നോമിനേഷൻ വിളിക്കുന്നത്. ഈ രണ്ട് കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്ത ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ഏതെന്ന് പറയുന്നത് കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഇൻഫർമേഷനുകൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് താഴെ പറയുന്ന ഏത് ഓർഗനൈസേഷന്റെ മോട്ടോ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ആസിയാൻ്റെതാണ്. അപ്പോൾ ആസിയാൻ്റെ മോട്ടോ എന്താണ്? വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഓപ്ഷനുകളൊന്ന് നോക്കാം. ഈ ഫിഫ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഉള്ള അന്താരാഷ്ട്ര ഓർഗനൈസേഷനാണ് ഫിഫ എന്ന് പറയുന്നത്. ആ ഫിഫയുടെ മോട്ടോ എന്ന് പറയുന്നത് ഫോർ ദ ഗെയിം ഫോർ ദ വേൾഡ് എന്നാണ്. എന്താണ്? ഫോർ ദ ഗെയിം ഫോർ ദ വേൾഡ്. അതാണ് ഫിഫയുടെ എന്താണ് മോട്ടോ എന്ന് പറയുന്നത്, ഫോർ ദ ഗെയിം ഫോർ ദ വേൾഡ്. ഇനി നാറ്റോയുടെ ആണെങ്കിൽ എ മൈൻഡ് അൺഫെർട്ടേഡ് ഇൻ ഡെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അചഞ്ചലമായ ഒരു മനസ്സെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കാത്തതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എ മൈൻഡ് അൺഫെർട്ടേഡ് ഇൻ ഡെലിബ്രേഷൻ, അതാണ് നാറ്റോയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കുറച്ച് ലെങ്തിയാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ്സിനെ പഴിക്കുന്നതിന് പകരം ഒരു വിളക്ക് കത്തിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ, ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക എന്നുള്ളതാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ എന്ന് പറയുന്നത് മോട്ടോ എന്ന് പറയുന്നത്. ഇനി ഈ ഓപ്ഷനുമായി ബന്ധമില്ലാത്ത രണ്ട് മോട്ടോ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ICCയുടെ ആണ്. ICCയുടെ മോട്ടോ എന്ന് പറയുന്നത് ഗ്രേറ്റ് സ്പോർട്ട് ഗ്രേറ്റ് സ്പിരിറ്റ് എന്നാണ്. എന്താണ്? ഗ്രേറ്റ് സ്പോർട്ട് ഗ്രേറ്റ് സ്പിരിറ്റ്, ഗ്രേറ്റ് സ്പോർട്ട് ആൻഡ് ഗ്രേറ്റ് സ്പിരിറ്റ്, അതിൻ്റെ ഗ്രേറ്റ് സ്പോർട്ട് ഗ്രേറ്റ് സ്പിരിറ്റ്, അതാണ് എന്ന് പറയുന്നത് ICCയുടെ മോട്ടോ. ഇനി LICയുടെ മോട്ടോ എന്ന് പറയുന്നത് യോഗക്ഷേമം വഹാമ്യാഹം. എന്താണ്? യോഗക്ഷേമം വഹാമ്യാഹം എന്നാണ്. ഏതാ? LICയുടെ മോട്ടോ. അതുകൂടെ പഠിക്കുക, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. LICയുടെ മോട്ടോ ചോദിക്കാം. യോഗക്ഷേമം വഹാമ്യാഹം എന്നാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നാണ് യോഗക്ഷേമം വഹാമ്യാഹം എന്ന് പറയുന്ന സംസ്കൃത വേർഡാണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ എന്ന് പറഞ്ഞാൽ അക്വ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡാഷ് ദ പ്രൈമറി കളേഴ്സ്. ഈ അക്വ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അത് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിനെ നമ്മൾ പറയുന്ന പേരാണ്. വാട്ടറിന്റെ മറ്റൊരു പേരാണ് അക്വ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അക്വ എന്ന് പറയുന്നത് ഈ സിയാനുമായിട്ട് സിമിലർ ആയിട്ടുള്ള കളറാണ്. സിയാൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഗ്രീനിഷ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീനും ബ്ലൂ ആയിട്ട് ചേർന്ന ഒരു കളറാണ് സിയാൻ എന്ന് പറയുന്നത്. സിയാന്റെ ഒരു വേരിയേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സിയാനുമായി സിമിലർ ആയിട്ടൊരു കളറാണ് എന്ന് പറയുന്നത് അക്വ. അപ്പോൾ അക്വയുടെ കോമ്പിനേഷനും എന്ത് തന്നെയാണ്? ബ്ലൂ ആൻഡ് ഗ്രീൻ തന്നെയാണ്. ഓക്കെ, അപ്പം ബ്ലൂ ആൻഡ് ഗ്രീൻ എന്ന് പറയുന്ന ആ പ്രൈമറി കളർ ചേർന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് സിയാൻ അല്ലെങ്കിൽ അക്വ എന്ന് പറയുന്നത്. സിയാന് വേറൊരു പേര് തന്നെയാണ്. വെബ് കളറിന്റെ ലോജിക്ക് എടുത്തു കഴിഞ്ഞാൽ സിയാന്റെ അതേ കോൺഫിഗറേഷൻ തന്നെയാണ് ഏതിനും വരുന്നത്? അക്വയ്ക്കും വരുന്നത്. ഓക്കെ, അപ്പം ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ ചേർന്നതാണ് എന്ന് പറയുന്നത് അക്വ അല്ലെങ്കിൽ സിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെഡും ബ്ലൂ ആയിട്ട് ചേർന്നാൽ എന്താണ് കിട്ടുന്നത്? മജന്തയാണ്. റെഡും ബ്ലൂ ആയിട്ട് ചേരുമ്പോൾ ഏത് കളറാണ് കിട്ടുന്നത്? മജന്ത കിട്ടുന്നത് റെഡും ബ്ലൂ ആയിട്ട് ചേരുമ്പോഴാണ്. ഇനി റെഡും ഗ്രീനുമായിട്ട് ചേർന്നാലോ യെല്ലോ കിട്ടും. റെഡും ഗ്രീനുമായിട്ട് ചേർന്നാൽ യെല്ലോ, മഞ്ഞ കളർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അടുത്ത നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു? 2016 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ വുമൻസിന്റെ 100 മീറ്ററിൽ സ്വർണം നേടിയതാര്? അത് എലൈൻ തോംസൺ ആണ്. ആർക്കാണ് കിട്ടിയത്? എലൈൻ തോംസൺ എന്ന് പറയുന്ന ജമൈക്കൻ പ്ലെയറിനാണ് 2016 ഒളിമ്പിക്സിൽ 100 മീറ്ററിൽ സ്വർണം കിട്ടിയത്. ഓക്കെ, ആർക്കാണ്? എലൈൻ തോംസൺ ആണ്. ഇനി നമ്മുടെ ആ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഷെല്ലി ആൻഡ് ഫ്രേസറിന് 2008 ബീജിംഗ് ഒളിമ്പിക്സിലും 2012 ലണ്ടൻ ഒളിമ്പിക്സിലും സ്വർണം കിട്ടിയിരുന്നു. അപ്പം അവർ പക്ഷേ ഈ നമ്മുടെ ഏതാണ് 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ 3ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടു. വെങ്കലമാണ് കിട്ടിയത് അന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താണ് പറഞ്ഞത്? 2012 ലണ്ടൻ ഒളിമ്പിക്സിലും 2008 ബീജിംഗ് ഒളിമ്പിക്സിലും സ്വർണം നേടിയത് ഷെല്ലി ആൻഡ് ഫ്രേസറാണ്. 2016 റിയോ
റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയത് എലൈൻ തോംസൺ ആണ്. ഈ ഷെല്ലി ആൻഡ് ഫ്രേസറും എലൈൻ തോംസണും രണ്ടും ആരാണ്? ജമൈക്കൻ പ്ലെയർ ആണ്. ഓക്കെ, ഇനി മെൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തി 2008, 12, 16 ഇതിലെല്ലാം ഉസൈൻ ബോൾട്ടും ജമൈക്കൻ പ്ലെയറാണ്. ഉസൈൻ ബോൾട്ടിനാണ് 2008, 12, 16 8 ബീജിങ്ങിൽ, 12 ലണ്ടന്, 16 റിയോ ഡി ജനീറോ. സ്വർണം ഉസൈൻ ബോൾട്ടിന് മെൻസിൽ. ഓക്കെ, ഇനി അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസം 2020 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ജപ്പാനിലെ ക്യാപിറ്റലായ ടോക്കിയോയിൽ വെച്ചിട്ടാണ്. അപ്പം അടുത്ത ഒളിമ്പിക്സ് എന്നാണ്? 2020 ജപ്പാന്റെ ക്യാപിറ്റലായ ടോക്കിയോയിൽ വെച്ചിട്ട്. ഓക്കെ, അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് വാസ് ഇനാഗുറേറ്റഡ് ബൈ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ആ ഏഷ്യൻ ഗെയിംസ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. അത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 1951 1951. സെക്കൻഡ് ചോദിച്ചാലോ? സെക്കൻഡ് 1954 ഓക്കെ, 1954 സെക്കൻഡ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അത് ഫിലിപ്പീൻസിലെ മനിലയിൽ വെച്ചിട്ടാണ് സെക്കൻഡ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഓക്കെ, ഇനി ആദ്യ 8 ഒരു കാര്യം, അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പം നടന്നത് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്? 18ാമത്തെ ഏഷ്യൻ ഗെയിം. ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് ഈ ലാസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നത്. അത് 18ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് നടന്നത്. 2018 നടന്നത്. ഓക്കെ, ഇനി ഞാൻ അതല്ല പറയാൻ വന്നത്. ഈ ആദ്യ 8 ഏഷ്യൻ ഗെയിംസിൽ ടോപ്പ് പൊസിഷനിൽ നിന്ന രാജ്യം ഏതാണെന്നറിയാവോ? എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടിയ രാജ്യം ചോദിച്ചാൽ അത് ജപ്പാനാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9 തൊട്ട് 18 വരെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ചൈനയാണ്. ഓക്കെ, അപ്പം അത് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ 8 ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം നേടിയ രാജ്യം ജപ്പാനാണ്. അതിനുശേഷം ഇതുവരെ നടന്ന എല്ലാ ഏഷ്യൻ ഗെയിംസിലും ഏറ്റവും കൂടുതൽ സ്വർണ്ണം നേടിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ വെച്ച് 1951 കൂടാതെ പിന്നൊരു ഏഷ്യൻ ഗെയിംസ് കൂടെ നടന്നിട്ടുണ്ട്. അത് എന്താണെന്നറിയാമോ? 9th ഏഷ്യൻ ഗെയിംസ് ആണ് ഇത് കൂടാതെ നടന്നത്. ആ ഏഷ്യൻ ഗെയിംസ് ഇനാഗുറേറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് കൂടി ഒന്ന് പഠിക്കുക. അന്നത്തെ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന സെയിൽ സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പം 9ാമത്തെ ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത്. അത് ഇനാഗുറേറ്റ് ചെയ്തത് ആരാണ്? സെയിൽ സിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ് ഇപ്പോൾ 2018 ഏഷ്യൻ ഗെയിംസ് ഇന്തോനേഷ്യയിൽ വെച്ച് കഴിഞ്ഞു. ഇനി അത് 18ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് 2022 നടക്കും. അത് ചൈനയിലെ ഹാങ്ഷൂവിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷൂവിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. ഇനി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും, ഇന്ത്യയുടെ ആദ്യത്തെ യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് മിനിസ്റ്റർ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതും? അത് മമതാ ബാനർജിയാണ്. നിങ്ങളത് കാര്യം ആലോചിക്കുക. നിങ്ങൾ മമതാ ബാനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. അത് ഇത്രയും മമതാ ബാനർജി അടുത്ത സമയത്തല്ലേ മന്ത്രി ആയിരുന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, 1985 ശേഷമാണ്, ഈ 1985 ശേഷമാണ് എന്ത് രൂപീകരിച്ചത്? ഇങ്ങനൊരു മന്ത്രാലയം, യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു മന്ത്രാലയം രൂപീകരിച്ചത്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ആദ്യത്തെ മിനിസ്റ്ററായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് മമതാ ബാനർജി തന്നെയാണ്. നമ്മുടെ നെഹ്റു മന്ത്രിസഭയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്പോർട്സ് മിനിസ്റ്റർ എന്നോ അല്ലെങ്കിൽ യൂത്ത് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആരാണ്? മമതാ ബാനർജിയാണ്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു 91 മുതൽ 96 വരെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കത് കൃത്യമല്ല. ആ ഇൻഫർമേഷൻ എനിക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അന്നായിരുന്നു മമതാ ബാനർജി എന്തായിരുന്നത്? യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം എന്തായിരുന്നു? A:B 3:4 ആണ്. B:C 7:9 ആണ്. C:D 5:7 ആണ്. D:E 12:5 ആണ്. അങ്ങനെയാണെങ്കിൽ A:E ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നും ചെയ്യേണ്ട, ഇത് തമ്മിലങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ രീതിയിൽ എടുത്താൽ മതി. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ. ഓക്കെ, A/B ഇൻറ്റു C/D ഇൻറ്റു B/C ഇൻറ്റു D/E എന്ന് എടുത്താൽ മതി. അപ്പോൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അവസാനം A/E എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ആ ഡേറ്റ അതേപോലെ ഇടുക. എന്താണ് നമ്മളുടെ A:B എന്ന് പറയുന്നത് 3:4 ആണ്. അപ്പം 3/4 ഇൻറ്റു 7/9 ഇൻറ്റു 5/7 ഇൻറ്റു 12/5. അത് എല്ലാം സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 1/1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. A/E = 1/1 എന്ന് കിട്ടും. അതുകൊണ്ട് A:E എന്താണ്?
1/1 ആണ്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് സിമ്പിളായിട്ട് കിട്ടും. അതിനകത്ത് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പീപ്പിൾ വിൽ ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറയുന്നതിനെ പാസീവ് വോയിസിലോട്ടാക്കാനാണ്. അത് ഇറ്റ് വിൽ ബി ഫോർഗോട്ടൻ എന്നാവും. ഈ വിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. എന്ന് പറയുന്നത് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു മോഡൽ ഓക്സിലറി വെർബ് വരുന്ന കേസിൽ ഒബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് എന്താണ് ഇവിടെ? ഇറ്റ് ആണ്. ഇറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? മോഡൽ ഓക്സിലറി. ഏതാണോ മോഡൽ ഓക്സിലറി തന്നേക്കുന്നത് അത്. അപ്പോൾ വില്ല് അതേപോലെ വരും. അത് കഴിഞ്ഞിട്ട് പ്ലസ് ബി, അപ്പോൾ അതാണ് ബി വന്നേക്കുന്നത്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഫോർഗട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫോർഗട്ടിന്റെ PPV എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത് ഫോർഗോട്ടൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണിത് ഇറ്റ് വിൽ ബി ഫോർഗോട്ടൻ എന്ന് പറഞ്ഞ് വന്നത്. ഓക്കെ, അടുത്ത ഒമ്പതാമത്തെ ചോദ്യം എന്താണ്? ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലാത്തൊരു ചോദ്യമാണ്. സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യവും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യവുമാണ്. എ കളക്ഷൻ ഓഫ് പാരലൽ ലൈൻസ് ദാറ്റ് കണക്ട് സെവറൽ ഡിവൈസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കാൾഡ്. ഓക്കെ, അതിന് പറയുന്ന പേര് ബസ് എന്നാണ്. എന്താണ് പറയുന്ന പേര്? ബസ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇനിയും ചാൻസ് ഉണ്ട്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനിയും വളരെയേറെ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അടുത്തത് അനുപ്രയോഗം കണ്ടുപിടിക്കാനാണ്. ഇനി അതിനു മുമ്പേ ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ അനുപ്രയോഗം എന്താണെന്ന് പറയാം. ഒരു ധാതുവിൻ്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ പ്രയോഗിക്കുന്ന ധാതുവിനെയാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ധാതു തോൽപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു ധാതുവാണുള്ളത്. ഈ തോൽപ്പിച്ചുവിൻ്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആ ധാതുവിനൊപ്പം ചേർക്കുന്ന മറ്റൊരു ധാതുവിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അനുപ്രയോഗം എന്ന് പറയുന്നത്. ഇപ്പൊ അവൻ വളരെ വേഗം ശത്രുക്കളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. സെന്റൻസ് കറക്റ്റാണ്, തെറ്റൊന്നുമില്ല. തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ല. ഈ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത്. അതിനകത്ത് ആ കളഞ്ഞു എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് അനുപ്രയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം അതിൻ്റെ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അപേക്ഷിച്ചു എന്ന് പറയുന്നതിന് പറയാം അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് പറയാം. പറഞ്ഞു എന്നതിന് പറയാം പറഞ്ഞു പോയി എന്ന് പറയാം. ചെയ്തു എന്നതിന് പകരം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഈ ചെയ്തു, പറഞ്ഞു, അപേക്ഷിച്ചു ഇതിനൊക്കെ ഒരു വേറൊരു പേര് പറയാം. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിനെ പ്രാക് പ്രയോഗം എന്ന് പറയും. ഇപ്പം തോൽപ്പിച്ചു എന്ന് പറഞ്ഞു, തോൽപ്പിച്ച് കളഞ്ഞുവിനകത്ത് തോൽപ്പിച്ചുവിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പ്രാക് പ്രയോഗം എന്ന് പറയും. തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നതിനകത്ത് തോൽപ്പിച്ചു പ്രാക് പ്രയോഗവും കളഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? അനുപ്രയോഗവുമാണ്. ഓക്കെ, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? അവൻ വളരെ വേഗം ശത്രുക്കളെ തോൽപ്പിച്ചു കളഞ്ഞു. അതിനകത്ത് കളഞ്ഞു എന്ന് പറയുന്നതാണ് അനുപ്രയോഗം. ഓക്കെ, അപ്പം നമ്മുടെ 10 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയായാലും അവ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 37 അറ്റൻഡ് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.